ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനിന്നതാ ഒരു മത്തിക്കറി വെക്കാനായിട്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ മത്തിയെന്നും പറയും ചാളയെന്നും പറയും, അതായത് നാടൻ ചാളയാണ്. അതിന്ന് ഞാൻ മുളക് കറി വെക്കാൻ പോവുകയാണ്. ചാള ഈ മീനിനെ വെക്കാനുള്ള മസാലക്കൂട്ടുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഭയങ്കര മഴയാണ്. അതിൻ്റെ ഒരു ഒച്ചപ്പാട് കാണും, ക്ഷമിക്കണം എല്ലാവരും. ഇതാ ഇത്രയും ചേരുവകളെ ചേർത്താണ് ഇന്ന് ഞാൻ ഈ നാടൻ ചാള ഇത് വെക്കാൻ പോകുന്നത്. അതായത് ഇതിന് ചേരുംപടി നമ്മൾ 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മളൊന്ന് ചൂടാക്കിയതാണ്. അതുപോലെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ഉലുവാപ്പൊടി. നമ്മൾ 4 ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 എണ്ണം. വലുതായതുകൊണ്ട് 4 എണ്ണം, ചെറുതാണെങ്കിൽ നമുക്ക് 5-6 എണ്ണം എടുക്കാം. ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു തക്കാളി. ഈ ഒരു തക്കാളി നമ്മൾ ഈ അരപ്പിൽ കൂടെ ഇട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ പുളി, 2 പച്ചമുളക്, പിന്നെ നമ്മൾ ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ ഉപ്പ്. ബാക്കി ഇത്രയും അരച്ചിട്ട് ബാക്കി കാണിക്കുന്നു. അതെല്ലാം കൂടെ മിക്സിയിലോട്ട് ഇടുകയാണ്. നല്ലതുപോലെ ഒന്ന്. പച്ചമുളക് നമ്മൾ അരയ്ക്കില്ല, അത് നമ്മൾ മീനിൽ വെട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കും. കൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. പുളിയെല്ലാം കൂട്ടിയിട്ടാണ് ഇതിൽ കൂടെ അരയ്ക്കാനുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പെല്ലാം ഇട്ട് പാകമായിട്ടുണ്ട്. ഇത് പച്ചമുളകും കൂടെ ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ്. ഈ കറിയാണ് എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചാള, നാടൻ ചാള. നാടൻ ചാളയുമ്പോൾ അതുപോലെ തന്നെ മത്തിച്ചാളയുണ്ട്. ഇതിപ്പോൾ നമ്മൾ നാടൻ ചാളയാണ്. ഭർത്താവ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ വെക്കണേന്ന്. വെക്കണം, എല്ലാവരും വെച്ചിട്ട് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെന്ന് പറയടാ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കണം. അതിന് വെക്കാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചു തന്നത്. ബായ്.